പേളിമാണി ഉദ്ദേശിക്കുന്നത് മേ ബി നല്ലതിന് വേണ്ടി എന്നുള്ളതായിരിക്കാം. താങ്ങാൻ പറ്റില്ല, എനിക്കെന്നത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. രഞ്ജിനി ഹരിദാസിനെ പോലും പാകിസ്ഥാനിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടാണ് അവിടെ പോയെന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. ഇവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യണേന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, പോലീസിന് ഗവൺമെന്റിൽ നിന്ന് പ്രഷർ കിട്ടുന്നുണ്ട്. ലിറ്ററലി വീട്ടിലിരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടുന്നത്. ഞാൻ അതിനങ്ങനെ കാണുന്നുള്ളൂ. കുട്ടികൾ ഇറങ്ങണം, വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി പുറത്തിറങ്ങി നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. ബിഗ് ബോസിൽ ഞാൻ പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന്. കാരണം ബിഗ് ബോസിൽ എന്നെ കണ്ട് എന്നെ ആ ഒരു ബിഗ് ബോസ് ഫെയിം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ട്രോളുകയും എന്താ പറയുക, ഞാൻ പറയുന്നതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ഇവളെ ഏതാ, അല്ലെങ്കിൽ ഇവൾക്ക് നീറ്റിന്റെ ഫുൾ ഫോം അറിയോ, അല്ലെങ്കിൽ എക്സാം എന്താണെന്ന് അറിയോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശരിക്കും സങ്കടം വരാം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റുകൾ ഇന്ത്യയിൽ തന്നെ പുതിയ ഒരു രാഷ്ട്രീയ സമവാക്യം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. CJP പ്രൊട്ടസ്റ്റുകളും കുട്ടികളുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിനും വേണ്ടിയിട്ട് കേരളത്തിൽ ശബ്ദം ഉയർത്തിയ ഒരു പ്രമുഖയാണ് നമ്മോടൊപ്പം ഉള്ളത്, റസ്മിൻ, ബിഗ് ബോസ് ഫെയിം. റസ്മിൻ, നമസ്കാരം. നമസ്കാരം. ഈ CJP പ്രൊട്ടസ്റ്റുകൾ എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത്? ഇതിൽ പ്രതികരിച്ചേ പറ്റൂ, ഇത് വെറുതെ ഒരു പോസ്റ്റ് ഇട്ടോ അല്ലെങ്കിൽ റീലിട്ടോ അവസാനിപ്പിക്കേണ്ടതല്ല, നിരത്തിലിറങ്ങേണ്ടതാണ് എന്ന് തോന്നിയ ആ ഒരു സാഹചര്യം എന്തായിരുന്നു? അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത് കുറെ നാളുകളായിട്ട് അറിയാം. ഇങ്ങനെ ഒരു ഹങ്കർ സ്ട്രൈക്ക് അവിടെ ജന്തർ മന്ദിറിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അപ്ഡേഷൻ എനിക്ക് കിട്ടുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ കൈവിട്ട് പോലും ഇപ്പൊ രഞ്ജിനി ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ സോനം വാങ്ചുക് സാറിനെ അവിടെ നിന്ന് ഒരു ഒട്ടും മര്യാദ ഇല്ലാത്ത രീതിയിലാണ് പൊക്കിക്കൊണ്ടുപോയത്. അതും കൂടി കണ്ടതിന് ശേഷം പിന്നെ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാണ് കുറച്ചും കൂടി ശക്തമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രതികരിച്ചു തുടങ്ങിയതൊക്കെ ചെയ്തത്. ഈ കുട്ടികളുടെ പരീക്ഷ മുടങ്ങിപ്പോയാൽ എന്താ, മറ്റൊരു പരീക്ഷ നടത്തിയില്ലേ, അല്ലെങ്കിൽ കുട്ടികൾ ഈ പറഞ്ഞ പോലെ പരീക്ഷകളെ അതിജീവിക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇത് കുട്ടിക്കളിയാണ് എന്നുള്ള രീതിയിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എതിർഭാഗം, അത് ആരാണെന്നറിയില്ല, ആ വലിയൊരു ഭാഗം ശ്രമിക്കുന്നുണ്ട്, കുട്ടികൾക്കെതിരെ നിൽക്കുന്നവർ. ആ നെറേറ്റീവ് സൃഷ്ടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് റസ്മിൻ മനസ്സിലാക്കുന്നത്? അതായത് അങ്ങനെ ഒരു ഉദ്ദേശം എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മയായിരിക്കും, അവർക്ക് അത് ശീലം ഉണ്ടാവില്ല, അവർ പഠിച്ച് ശീലം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനും ഒരു സ്റ്റുഡൻ്റാണ്, ഇപ്പോഴും ഞാൻ സ്റ്റുഡൻ്റാണ്, ഞാൻ ഒരു ടീച്ചറാണ്. അപ്പോൾ ഈ നീറ്റ് എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അവർ 14 മണിക്കൂർ 16 മണിക്കൂർ കണ്ടിന്യൂസ് ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുകയാണ്. അവർ എഴുന്നേക്കുന്നത്, അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട്, ഒന്ന് ഭക്ഷണം കഴിക്കാൻ, വേറെ ഒന്ന് കിടക്കാൻ, ഉറങ്ങാൻ. ഇതിനല്ലാതെ അവർ റൂമിൽ നിന്നും പുറത്തിറങ്ങാത്ത ഒരുപാട് കുട്ടികളാണ്. മാസങ്ങളോളം കുത്തിയിരുന്ന് പഠിച്ച് അവർ മെൻ്റലി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അവർ എക്സാം എഴുതുന്നു. എക്സാം കഴിഞ്ഞ് അവരൊന്ന് റിലാക്സ് ആയി വരുമ്പോഴാണ് ഈ ന്യൂസ് കേൾക്കുന്നത്, പേപ്പർ ലീക്കായി, അല്ലെങ്കിൽ എക്സാം വീണ്ടും നേരത്തെ നടത്തിയ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് റീടെസ്റ്റ് നടത്താൻ പോവാണ്. താങ്ങാൻ പറ്റില്ല, എനിക്കെന്നത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ കുത്തിയിരുന്ന് അത്രയും നാൾ പഠിച്ച് ഞാൻ എക്സാം എഴുതി, പിന്നെയും ഞാൻ വീണ്ടും ഒരു എക്സാം എഴുതുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ ടയർഡാവും. ബിക്കോസ് നമ്മൾ അത്ര നമ്മുടെ എനർജി, നമ്മുടെ ടൈം, നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി അവിടെ പ്രിപ്പറേഷനിൽ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിന് ഒരുപാട് കുട്ടികൾക്ക് താങ്ങാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവാൻ വേണ്ടി പറ്റുള്ളൂ. ഈ വെറുതെ ഇങ്ങനെ ഇതൊക്കെ കുട്ടികളിയല്ലേ, ഒരു എക്സാം കഴിഞ്ഞ അടുത്ത എക്സാം എഴുതിയാൽ പോരെ എന്ന് ചോദിക്കുന്നതേ മണ്ടത്തരാണ്. അങ്ങനെ നിങ്ങൾ ചോദിക്കാതിരിക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കുക, അവരുടെ ഹാർഡ് വർക്ക് ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ കുട്ടികളെ പോലീസ് അടിച്ചമർത്തുന്ന ഒരു വിധമുണ്ട്, ലാത്തി കൊണ്ട് തലക്കടിക്കുന്നു, ആണി വെച്ചിട്ടുള്ള ലാത്തി വെച്ച് കുട്ടികളെ അടിക്കുന്നു. കുറച്ച് കുട്ടികൾ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും, കുട്ടികൾ ഇപ്പോഴും അത് 10 വയസ്സുള്ള കുട്ടിയുടെ മുഖത്തടിക്കുന്നു. പ്രൈവറ്റ് ആയിട്ട് ഹയർ ചെയ്തിട്ടുള്ള പോലീസ് തോന്നിപ്പിക്കുന്ന ആളുകൾ കാറുകൾ തല്ലി തകർത്ത് അത് കുട്ടികളുടെ തലയിലിടുന്ന വിഷ്വൽസ് നമ്മൾ കാണുന്നുണ്ട്. കുട്ടികളെ മയക്കുമരുന്നിന്റെ പേരിൽ കേസിൽ പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തുന്ന മുംബൈയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിഷയം നമ്മൾ കാണുന്നുണ്ട്. ഈ പോലീസ് കുട്ടികളോടുള്ള ഈ ഒരു സമീപനം ഇതിനെ എങ്ങനെയാ, ഇതെന്ത് രീതിയിലാണ്, ഇതെന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ആ സൈക്കോളജി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, പോലീസിന് ഗവൺമെന്റിൽ നിന്ന് പ്രഷർ കിട്ടുന്നുണ്ട്. അതായത് കുട്ടികളെ കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാനായിട്ട് ഗവൺമെന്റ് ഒരു നല്ല രീതിയിൽ ഒരു കളി കളിക്കുന്നുണ്ട്. അതിനനുസരിച്ച് പോലീസുകാർ എന്തിനു നിൽക്കുന്നു? കാരണം അവർക്കും വീട്ടിൽ കുട്ടികളുള്ളതല്ലേ, അവരുടെ കുട്ടികളും പഠിക്കുന്ന കുട്ടികളല്ലേ എന്ന് ചിന്തിച്ചാൽ പോലീസുകാർക്ക് കുറച്ചൊരു ഇത് കിട്ടും. പക്ഷെ മേ ബി ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കായിരിക്കും ഇത്രയും ദേഷ്യവും രൗദ്രമൊക്കെ ആയിട്ട് ഇങ്ങനെ പോലീസുകാർ ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അത് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കേട്ടു, അതായത് അവിടെ ഡൽഹിയിൽ പ്രൊട്ടസ്റ്റിന് പോയ കുട്ടികൾ
തല്ലി ചതച്ചു ആണി വെച്ചിട്ടുള്ള ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മറ്റേ മാവോയിസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇവർക്ക് അവിടെ ധൈര്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പോയ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര, അപ്പൊ ഇങ്ങനെ കുട്ടികൾ വിശ്വസിച്ച് അങ്ങോട്ട് പോകും. നമുക്ക് എന്താണ് അവിടെ സേഫ്റ്റി ഉള്ളത്? സേഫ്റ്റിയുടെ കാര്യം എല്ലാവരും വീഡിയോയിൽ കണ്ടതാ. കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്തെറിയുക, പെൺകുട്ടികളൊക്കെ പോലീസുകാർ കാണിക്കുന്ന ഒരു പരിധിയിൽ ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു രീതിയിലേക്കാണ് ഇപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അത് തന്നെയാണ് പോലീസിന്റെ ഒരു സമീപനം ഉണ്ടല്ലോ സ്റ്റുഡൻസിന്റെ അടുത്ത്. ഈ സ്റ്റുഡൻസിനെ കൊച്ചാക്കി കാണുന്ന, അതായത് കുട്ടിക്കിളി മാറാത്ത കുട്ടികളുടെ കുറച്ച് ഫ്രസ്ട്രേഷൻ ആണെന്നുള്ള രീതിയിലും കൂടി ആളുകൾ പരാമർശിക്കുന്നു. അതിലെടുത്ത് പറയേണ്ടത്, ചില മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ അടുത്ത് CBSE ഒക്കെ ഫുൾ ഫോം ചോദിക്കുകയാണ്. അതിന്റെയൊക്കെ ഇൻഡക്ഷൻ ആ ജൻസിക്ക് കാര്യമായിട്ട് രാഷ്ട്രീയ ബോധമില്ല. അതിനെ ഇകഴ്ത്തി കാണിക്കുക, കുട്ടികളുടെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു നെറേറ്റീവ് നാഷണൽ വൈഡ് മീഡിയാസിലെ പ്രമുഖരായിട്ടുള്ള പലർക്കും തന്നെയുണ്ട്. അതിന് ഈ ജൻസികളെ ഇകഴ്ത്തി കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? അതെന്തുകൊണ്ടാ? സിമ്പിൾ അല്ലേ? ഇത്രയും കുട്ടികൾ അവിടെ പ്രൊട്ടസ്റ്റിന് ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് യൂത്ത് ആണ് ഈ രാജ്യത്തിന്റെ സ്ട്രെങ്ത് എന്ന്. അപ്പൊ ഇത്രയും അധികം യൂത്ത് അവിടെ ചെല്ലുമ്പോൾ അവർ പേടിക്കുന്നുണ്ട്. അപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും, അതായത് ജൻസികളെ തളർത്താനായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടാലല്ലേ അവർക്ക് അതിനെ എന്താ പറയാ, ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഫ്രസ്ട്രേഷൻ, ഈ ജൻസി കുട്ടികളെ കുറ്റം പറയുന്ന, കമന്റ് ഇടുന്ന, അതായത് എന്തിനാണ് ഇവര് അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. ലിറ്ററലി വീട്ടിലിരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടുന്നത്. ഞാൻ അതിനങ്ങനെ കാണുന്നുള്ളൂ. ഈ പുറത്തിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് തന്നെ നിങ്ങളുടെ ജീവൻ ബലി കഴിക്കാൻ വേണ്ടി മാത്രം ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കി വീട്ടിലിരുന്നാൽ മതി എന്നാണ് ഒരു പ്രമുഖയായിട്ടുള്ള ഇൻഫ്ലുവൻസറും താരവും ഒക്കെ ആയിട്ടുള്ള പേളിമണി ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇടുന്നത്. അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയവാദമല്ലേ, അല്ലെങ്കിൽ ഒരു സേഫ് സോൺ കളിക്കലല്ലേ, രണ്ട് സൈഡും പിടിക്കലല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ അതിനെ ഇപ്പൊ വലിയ രീതിയിൽ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്, പേളിമണിയുടെ ഈ ഒരു വാദത്തിനോട്. അതായത് കുട്ടികൾ എന്തിനാണ് ജീവൻ കളഞ്ഞുകൊണ്ട് ഇതിന് ഈ പോരാട്ടത്തിന്റെ ഭാഗമാവുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു സ്ലൈഡിലെ ഒരു പെർട്ടിക്കുലർ പാരാഗ്രാഫ്. ഇതിനോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് കുട്ടികളുടെ സാമൂഹിക പ്രതിബദ്ധതയെ ഈ സെലിബ്രിറ്റീസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ പേളി ചേച്ചി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കോയിന് രണ്ട് വശമുണ്ട്. നമ്മൾ ഒരു പോസ്റ്റിൽ ഒരു ഇതില് നെഗറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ പിടിക്കാം, കുഴപ്പമില്ല. അപ്പോ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ ചേച്ചി പേളിമാണി ഉദ്ദേശിക്കുന്നത് മേ ബി നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവൻ കളഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങണം, നമ്മൾ പ്രതികരിക്കാം. സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് പ്രതികരിച്ചാലും അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കാം, അതായത് നല്ലതിന് വേണ്ടി എന്നുള്ളതായിരിക്കാം. പക്ഷെ ഇത് ഓപ്പൺലി ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഇപ്പൊ ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അതിൽ കൊണ്ടുവരുന്നത്, അപ്പൊ കുട്ടികളെ പ്രതികരിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു തോട്ടാണ്. ഒരാൾക്ക് എന്ത് പറയണം എന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അവരുടെ ആഗ്രഹം, അവരെന്താണോ ഉദ്ദേശം എന്നുള്ളത് അവരുടെ മാത്രം ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അതില് നമുക്ക് ഇപ്പൊ എന്നോട് ഇപ്പൊ പേളിമണി എന്തുകൊണ്ട് അങ്ങനെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല പേളിമണി, ഞാൻ പേളിമണിയല്ല. അപ്പോൾ അത് അവരുടെ താല്പര്യമാണ്. എന്റെ താല്പര്യം ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾ ഇറങ്ങണം, വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി പുറത്തിറങ്ങി നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേരാൻ പറ്റില്ല, എനിക്കും കുറച്ച് കാര്യങ്ങളുണ്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ, അത് ഞാൻ ഇപ്പോൾ കൊച്ചിയാണ്, അപ്പോൾ കൊച്ചിയിൽ അത്യാവശ്യം സ്ഥലങ്ങളിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. എവിടെയൊക്കെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് കാണിക്കണം. ആൻഡ് ഈവൻ ഇനി വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ അവരവരുടെ സ്ട്രെങ്ത് കാണിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ പേളിമാണി പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്ക് അറിയില്ല, ബിക്കോസ് അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഈ മേജർ രവി ഉൾപ്പെടെയുള്ളവർ ലൈവിൽ വന്നിട്ട് അദ്ദേഹം ഒരുപാട് റിസർച്ചിലൂടെ കണ്ടുപിടിച്ചു, അതായത് അമേരിക്കയും പാകിസ്ഥാന്റെയും ഒക്കെ ഫണ്ടിങ് ആണ് ഈ ഒരു പ്രക്ഷോഭത്തിന് പിറകിൽ എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു ബേസ് എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ മേജർ രവി പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. കാരണം ഞാൻ പാകിസ്ഥാന്റെ കാര്യങ്ങളോ അമേരിക്കയുടെ കാര്യങ്ങളോ ഫണ്ട് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്, എനിക്ക് പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ അങ്ങനെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളല്ല. ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. ബിക്കോസ് ഈ ഇത്രയും യൂത്ത്, അതായത് 21 കുട്ടികളാണ് സൂയിസൈഡ് ചെയ്തത്. എന്റെ പോയിന്റ് അതാണ്, അതായത് ആ കുട്ടികൾക്ക് നീതി കിട്ടണം. ഇനിയും ഇതുപോലെയുള്ള പേപ്പർ ലീക്സുകൾ നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ ഈ CJP പോലെയുള്ള ഒരു പാർട്ടി, അതായത് ഇപ്പോൾ
പെട്ടെന്നുണ്ടായ ഒരു പാർട്ടിയാണ്. അതായത് യങ്സ്റ്റേഴ്സിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്ത ഒരു പാർട്ടിയാണ്. അപ്പൊ ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അതായത് യങ്സ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനുമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ് ഈ CJP. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ CJPക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നാളെ CJP വേറെ ഏതെങ്കിലും പാർട്ടിയുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ കുട്ടികള് പുറത്തിറങ്ങുമ്പോ തളർത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഫണ്ട് കൊടുത്തു, പൈസ കൊടുത്താണ്. ഇപ്പൊ ഇവൻ ഒരുപാട് ഇപ്പൊ രഞ്ജിനി ഹരിദാസിനെ പോലും പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടാണ് അവിടെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ശുദ്ധ മണ്ടത്തരാണ്. ഇവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി, എസ്പെഷ്യലി BJPക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞ് താഴ്ത്തണം. അതിന് വേണ്ടിയിട്ട് അവർ ഇറക്കുന്ന ഓരോരോ പൊടിക്കൈകളാണ് ഇതൊക്കെയെന്നാണ് എനിക്ക്. CJP പറയുന്നൊരു ഇതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുക, അങ്ങനെ രശ്മി വിചാരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഇതൊരു മൂവ്മെന്റ് ആണ് അല്ലെ. എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് യങ്സ്റ്റേഴ്സിന്റെ ഈ ഒരു മൂവ്മെന്റ് വരുന്നത്. അപ്പോ ഇതെന്നും ആളുകളിലേക്ക് ഓർമ്മയിലുണ്ടാവും. ഇപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വരുമ്പോ അദ്ദേഹം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉത്തരവാദിത്വം കൂടും. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളിലേക്കും ഈ ഒരു പ്രഷർ അദ്ദേഹം കൊടുക്കും. അപ്പൊ ഇങ്ങനത്തെ പേപ്പർ ലീക്സ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ കൊണ്ട് മാത്രം നമ്മുടെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ തീരില്ല. ഇനിയും ഒരുപാട് സമരങ്ങൾ വേറെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമോന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്താൽ നാളത്തെ കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്കാണ് ചോദിക്കട്ടെ, ചില ഇൻഫ്ലുവൻസറുകളൊക്കെ ഈ സമരപന്തലിലേക്ക് പോകുന്നതിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ, എന്തൊക്കെയാണ് ഞങ്ങളുടെ ബാഗിലുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വീഡിയോകളും പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ അതിലെ ആളുകൾ പറയുന്ന ഒരു വിമർശനം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സീരിയസ്നെസ്സിനെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലാണ് ഈ തരത്തിലുള്ള വീഡിയോസ്. ആ വീഡിയോസിനെതിരെയും വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിനോട് എങ്ങനെയാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാ ഇതിനെ റെസ്പോൺസിബിലി ഹാൻഡിൽ ചെയ്യേണ്ടത്? എനിക്ക് ആ പോയിന്റിൽ, അതായത് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നതില് എനിക്ക് പ്രശ്നം തോന്നുന്നില്ല. കാരണം നമ്മളൊരു പ്രൊട്ടസ്റ്റിന് പോകുമ്പോൾ അവർ കാണിക്കുന്നത്, ഒരു പ്രൊട്ടസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ മുൻകൂട്ടി കരുതണം. അതിൽ പറയുന്നുണ്ട് അവിടെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇപ്പോൾ റെയിൻകോട്ട് എടുക്കുക, കുട എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ടിയർ ഗ്യാസ് ഒക്കെ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സൺസ്ക്രീൻ, ലോഷൻ, ഇതെല്ലാം ഒരുപാട് കുട്ടികൾക്ക് ചിലപ്പോൾ അതൊന്നും അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷെ പറ്റുന്ന ആൾക്കാർ ഇതുമായിട്ട് ചെല്ലുവാണെങ്കിൽ അവർക്ക് അവരുടെ സ്കിൻ, അവരുടെ ബോഡിയെ കുറച്ചും കൂടി ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ജെൻസി കാലഘട്ടമാണല്ലോ, അപ്പൊ അവരുടെ രീതി അങ്ങനെ ആയിരിക്കും. അതിലൂടെ ഒരു 10 പേർക്ക് ഈ ഒരു മെസ്സേജ്, അതായത് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്, അതിനാണ് ഞാൻ പോകുന്നത്, അപ്പോൾ ആൾക്കാർ എന്ത് പ്രൊട്ടസ്റ്റ് ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യാൻ പറ്റുക, വിച്ച് ഈസ് ഗുഡ്. അപ്പൊ അതിനെ നമ്മൾ മോശമാക്കി കാണേണ്ട ഒരു ആവശ്യമില്ലെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് 10 പേർക്ക് എത്താൻ പറ്റിയ 10 പേരിൽ അത് എത്തുന്നു. ഇപ്പൊ പൊതുവിൽ പണ്ട് ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, ജൻസികളാ രാഷ്ട്രീയവാദികളാണ്, അവർ പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ള രീതിയിൽ. ആ നെറേറ്റീവിനെ മൊത്തം പൊളിച്ചു മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പ്രതീക്ഷ വെക്കാവുന്ന ഒരു ജനറേഷനായി ജൻസി മാറുന്ന കാഴ്ചയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ഞാൻ പറയട്ടെ, ഒട്ടുമിക്ക പിള്ളേർക്കും പൊളിറ്റിക്സിനോട് താല്പര്യമില്ല, മതങ്ങളോട് താല്പര്യമില്ല. അവരെല്ലാം ഹ്യൂമാനിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളാണ്. അപ്പോ അതല്ലേ നല്ലത്, അതല്ലേ നമുക്ക് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഇപ്പൊ നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സംഭവമല്ലേ എന്നുള്ളത്, പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലേ എന്നുള്ളത്. ഇതൊരു ചരിത്രം തന്നെയാണ്. പക്ഷെ അവിടെ നമ്മുടെ ഉദ്ദേശം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോ ഇറങ്ങിയിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ടാണ് അവരോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആ ഒരു ടോപ്പിക്കിനല്ലാതെ ജന്തർ മന്ദിൽ പോയേക്കുന്ന കുട്ടികൾ ഇല്ല. ബിക്കോസ് വേറെ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ലൈക്ക് വേറെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ബോധമുള്ള കുട്ടികളാണ്, ചിന്തിക്കും. അവർക്ക് പിന്നെ എന്താ പറയാ, എന്താ പറയാ, ചിന്തിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ ഈ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ എന്താ പറയാ, ഇതിനെ ഒരു കരുവാക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ടൊവിനോ പ്രതികരിക്കുന്നുണ്ട്. പ്രതികരിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന ആളുകൾ മുഖം കെട്ടിയിട്ട് PSC ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു, PSCയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു, കേരളത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എവിടെയായിരുന്നു. രശ്മിനും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. ഇന്ത്യക്ക് ഇത് വന്നപ്പോഴാണല്ലോ കേരളത്തിന് പലതും ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയാണെന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ധാരയിൽ നിന്ന് വരുന്ന ആളുകളുടെ ഒരു കടന്നാക്രമണം, ആ ആക്രമണത്തെ അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്, അതിനെങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PSCയുടെ ഇഷ്യൂസ് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ
ഇത്രമാത്രം ഭീകരമായിരുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ സത്യം പറഞ്ഞാൽ എനിക്കും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ആൻഡ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഞാൻ അറിഞ്ഞിട്ടില്ല ഇത്ര ഭീകരമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്നത് കൂട്ടത്തിൽ സ്റ്റോറീസൊക്കെ ആയിട്ട് ഞാനും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നടക്കുന്നത് ഒരു നാഷണൽ മൂവ്മെന്റ് ആണ്. മനസ്സിലായില്ല? ഇപ്പം നടക്കുന്നത് ഒരു നാഷണൽ മൂവ്മെന്റ് ആണ്. അത് മനസ്സിലാക്കാതെ ആൾക്കാർ ഈ പ്രശ്നത്തെ ഒന്നുമല്ല എന്ന് കാണിച്ചുകൊണ്ട് ഇതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് സ്റ്റേറ്റ് തിരിച്ച് ഈ ഒരു അതിനെന്താ പറയുന്നത്, വർഗീയത പോലെ സ്റ്റേറ്റ് തിരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യം കഴിഞ്ഞു, നടന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് പേർക്ക് ഇനിയും കിട്ടാൻ ഇപ്പോഴും അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർക്കും വേണ്ടി നമ്മൾ എന്തായാലും ശബ്ദം ഉയർത്തണം. പക്ഷെ അതിനെ ഞാൻ ചെറുതായി കാണുന്നതും അല്ല, അതും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതുപോലെ കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് ആ PSC എക്സാമിന് പോകുന്നത്. 3 മാസം 4 മാസമൊക്കെ ആൾക്കാർ കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന ഒരു കൺട്രിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ന്യൂസ് വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അതങ്ങനെ ഓരോ ആൾക്കാർ പ്രതികരിച്ച് വരുമ്പോഴാണ് അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത്. നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നം, ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് പ്രതികരിക്കാൻ വൈകി പോവുകയോ പ്രതികരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങളുടെ വായ്പ എന്ത് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇഷ്യൂമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശം ആൾക്കാരിലേക്ക് ഇങ്ങനെ നീറ്റ് പരീക്ഷ കാരണം 21 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു, അവർക്ക് നീതി കിട്ടണം, ഗവൺമെന്റ് ഇതിന് വേണ്ടി സംസാരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പോയിന്റ്. അപ്പൊ ഞാൻ ഇതിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം ബിഗ് ബോസിലൂടെ പോയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്നത്. എനിക്ക് തോന്നിപ്പോയി ബിഗ് ബോസിൽ ഞാൻ പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന്. കാരണം ബിഗ് ബോസിൽ എന്നെ കണ്ട് ആ ഒരു ബിഗ് ബോസ് ഫെയിം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ട്രോളുകയും എന്താ പറയുക, ഞാൻ പറയുന്നതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ഇവളെ ഏതാ, അല്ലെങ്കിൽ ഇവർക്ക് നീറ്റിന്റെ ഫുൾ ഫോം അറിയോ, അല്ലെങ്കിൽ എക്സാം എന്താണെന്ന് അറിയോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശരിക്കും സങ്കടം വരാം. കാരണം നമ്മളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഇങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ഇനി ബ്രോ ഇപ്പോൾ ചോദിച്ചതുപോലെ ഇനിയിപ്പോൾ നാളെ ഒരു ഇഷ്യൂ വന്ന് ഞാനത് അറിയാൻ വൈകി, ഞാൻ അതിനു വേണ്ടി പ്രതിഷേധിക്കാൻ വൈകി പോയിട്ടുണ്ടെങ്കിൽ എന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കും. അതെന്തായാലും ആക്കും. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റണം എന്നില്ല, അറിയണം എന്നുമില്ല. ഇപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ബ്രോന് അറിയണം എന്നില്ല. ഇപ്പൊ എന്റെ ഫീൽഡ് ടീച്ചിങ് ആണ്, നിങ്ങളുടെ ഫീൽഡ് മീഡിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നില്ല. അപ്പോൾ അവരവരുടെ പരിമിതിയിൽ അവർക്ക് എന്തൊക്കെയാണോ അറിയുന്നത്, അവർക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, നല്ല ഉദ്ദേശമാണെങ്കിൽ അവരത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കുത്തിയിരുന്ന് കമന്റ് ചെയ്യുന്നത്. ഈ പ്രതിഷേധത്തിന്റെ അവസാനം എന്താവുമെന്നാണ് ഇപ്പൊ നിലവിൽ വിചാരിക്കുന്നത്? ഇപ്പോ മോദിജി ഇന്നാണോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ തന്നെ എടുക്കും. ഓൾറെഡി ഇപ്പൊ ഈ നീറ്റ് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള NTA അണ്ടറിലുള്ള ആൾക്കാർക്ക് എല്ലാം അവരെല്ലാം കേസായി അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷണൽ മിനിസ്റ്ററിനെ അദ്ദേഹം റിസൈൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമായിട്ടില്ല. ആ തീരുമാനമായി കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് ജയിച്ചു, ആ കുട്ടികൾക്ക് നീതി കിട്ടി. പൂർത്തിയാവണം. അത് ഇതൊരു പാഠമായിരിക്കണം. ഇനി വരുന്ന ഏതൊക്കെ പാർട്ടി ആര് വന്നാലും, ഞാനൊരു പാർട്ടിക്ക് അഗെയിൻസ്റ്റ് അല്ല, ആര് വന്നാലും നിങ്ങൾ നാടിന് വേണ്ടിയിട്ട് ചെയ്യൂ, യൂത്തിന് വേണ്ടിയിട്ട് ചെയ്യൂ. ബിക്കോസ് യൂത്താണ് ഈ രാജ്യത്തെ സ്ട്രെങ്ത്. അവർ വിചാരിച്ചാൽ പല കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരാനും പറ്റും, മാറ്റാനും പറ്റും, നടത്താനും പറ്റും. അതിന്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റ്. നേരത്തെ ഞങ്ങളോടൊപ്പം പ്രതികരിക്കാൻ കണ്ടെത്തിയ ഈ സാവകാശത്തിന് ഒരുപാട് താങ്ക് യു സോ മച്ച്.